അപ്പോൾ വാ തുറന്ന് നമ്മളെല്ലാവരും വായ അടച്ചു വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നാക്ക് നമ്മുടെ മേലിലിങ്ങനെ ഒട്ടിയിരിക്കാം അല്ലേ? നമ്മുടെ നാക്ക് നമ്മുടെ പല്ലിന്റെ രണ്ടിന്റെ ഇടയിൽ മേലിൽ ആ നാക്കും ഒട്ടിയിരിക്കുവാണ്. കുട്ടികളില് അതവിടെ ഒട്ടിയിരിക്കുന്ന സമയത്ത് നാക്ക് എല്ലാ ഡയറക്ഷനിലും പ്രഷർ കൊടുക്കും. അപ്പൊ നമ്മുടെ ആർച്ച് ഓഫ് പാലറ്റ് എന്ന് പറയും, നമ്മുടെ അവിടുത്തെ പല്ലുകൾ ഉണ്ടാവുന്നതിന്റെ പാലറ്റ് വികസിച്ച് വളരും. നേരെ മറിച്ച് വാ തുറന്നൊരു ഓർമ്മ കുട്ടിക്കോ ഇത് ചുങ്ങി വളരും. അപ്പോഴാണ് ഈ ടീത്ത് ക്രൗഡിങ്, പല്ല് പൊന്തുന്നു, പല്ലുകൾ ഡയറക്ഷൻ മാറി വരുന്നു, ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇവഞ്ച്വലി എന്ത് പറ്റും? കുറെ നാള് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെന്റൽ ട്രീറ്റ്മെന്റിന് പോകണം. ഡെന്റൽ ട്രീറ്റ്മെന്റിന് ആദ്യം അവർ ചോദിക്കുന്നത് ഇത് റെക്കർ ചെയ്യുമോന്ന് അറിയണമല്ലോ. നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും പിന്നെയും വായ തുറന്ന് ശ്വാസം വലിക്കുകയാണെങ്കിൽ പിന്നെയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അന്ന് വീണ്ടും എൻഡോസ്കോപ്പി ചെയ്യണം. ഈ ചെറുപ്രായത്തിൽ ചെയ്യുന്ന എൻഡോസ്കോപ്പിയുടെയും സെയിം ഇഫക്റ്റ് വലുതാവുമ്പോൾ നമ്മൾ ചെയ്യണം. അത് ചെയ്ത് നമ്മൾ അന്ന് അഡിനോയിഡിന് വലിപ്പുണ്ടെങ്കിൽ അന്ന് സർജറി ചെയ്യണം. ഈ ചെറുപ്രായത്തിൽ ചെയ്യുന്ന അഡിനോയിഡിക് സർജറീസിന്റെ ഒരു 3 or 4 times ഡിഫിക്കൽട്ടാണ് വലിയ പ്രായത്തിൽ ചെയ്യുന്ന അഡിനോയിഡ് സർജറീസ്. കാരണം അത്രയും ഹാർഡായി കാണും, റെക്കറന്റ് ഇൻഫെക്ഷൻസ് വന്നിട്ടൊക്കെ. അപ്പോ വൈ ഷുഡ് ദ ചൈൽഡ് അണ്ടർഗോ ഓൾ ദിസ്?